ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്നോടെ നോക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് ഫിഷിനെ വളരെ വേഗം തന്നെ ബ്രീഡ് ചെയ്യിപ്പിച്ച് എടുക്കുവാൻ വേണ്ടിയുള്ള കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ ഏകദേശം 15K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. സോ അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഗോൾഡ് ഫിഷിനെ ബ്രീഡിങ്ങിനായിട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ബ്രീഡിങ്ങിനായി തിരഞ്ഞെടുക്കുന്ന സമയത്ത് എപ്പോഴും തന്നെ നല്ല രീതിയിൽ ഹെൽത്തിയും അതുപോലെ തന്നെ ആക്റ്റീവുമായിട്ടുള്ള പേരന്റ് ഫിഷിനെ വേണം തിരഞ്ഞെടുക്കാൻ. അതുപോലെ തന്നെ 10 മാസം മുതൽ 1 വർഷം വരെ പ്രായമായിട്ടുള്ള ഗോൾഡ് ഫിഷിനെ മാത്രമേ നമ്മൾ ബ്രീഡിങ്ങിനായി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ. കാരണം 10 മാസത്തിൽ പ്രായം താഴെയുള്ള ഗോൾഡ് ഫിഷിനെ നമ്മൾ ബ്രീഡിങ്ങിനായി തിരഞ്ഞെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ബ്രീഡാവാനുള്ള ചാൻസ് വളരെയധികം കുറവാണ്. പിന്നെ ഇവയെ ബ്രീഡിങ്ങിനെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഐഡന്റിഫിക്കേഷൻ. ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിൽ എങ്ങനെ വളരെ എളുപ്പം നമുക്ക് ഐഡന്റിഫൈ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിലെ ഐഡന്റിഫൈ ചെയ്തെടുക്കാനുള്ള സിമ്പിളായിട്ടുള്ള ഒരു വഴിയാണ്. ഇവയുടെ മെയിൽ ഫിഷ് എപ്പോഴും നല്ല സ്ലിം ആയിട്ടിരിക്കും, എന്നാൽ ഫീമെയിൽ ഫിഷ് അങ്ങനെ ആയിരിക്കത്തില്ല, കുറച്ച് തടിച്ചിട്ടായിരിക്കും കാണപ്പെടുന്നത്. ഇവയുടെ മെയിൽ ആൻഡ് ഫീമെയിലെ ഐഡന്റിഫൈ ചെയ്തെടുക്കാനുള്ള മറ്റൊരു വഴിയാണ് ഇവയുടെ മെയിൽ ഫിഷിൻ്റെ ചെകിളയുടെ മുകളിലായിട്ട് നല്ല രീതിയിൽ വൈറ്റ് സ്പോട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്, ബ്രീഡിംഗ് മെച്യൂരിറ്റിയിലെത്തിയ ഒരു മെയിൽ ഗോൾഡ് ഫിഷിൻ്റെ ചെകിളയിൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള വൈറ്റ് സ്പോട്ടുകൾ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഫീമെയിൽ ഗോൾഡ് ഫിഷിന് ഇത്തരത്തിലുള്ള വൈറ്റ് സ്പോട്ടും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടാകാറുമില്ല. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഹെൽത്തിയും ആക്റ്റീവായിട്ടുള്ള ഗോൾഡ് ഫിഷിൻ്റെ മെയിൽ ആൻഡ് ഫീമെയിലിനെ തിരഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇവയുടെ ബ്രീഡിംഗ് മെത്തേഡ്സ് കൂടെ തിരഞ്ഞെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവയ്ക്ക് മെയിനായിട്ട് വരുന്ന ബ്രീഡിംഗ് മെത്തേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് ബ്രീഡിംഗ് ഉണ്ട്, നാച്ചുറൽ ബ്രീഡിംഗ് ഉണ്ട്. ഏറ്റവും സേഫ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ ബ്രീഡിംഗ് ആണ്. ഞാനും അത് തന്നെയാണ് റെക്കമെൻഡ് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മൾ നാച്ചുറൽ ബ്രീഡിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് ഒരു ഫീമെയിൽ ഫിഷിന് 2 അല്ലെങ്കിൽ 3 മെയിൽ ഫിഷ് എന്ന റേഷ്യോയിൽ വേണം ഇവയെ ബ്രീഡിങ്ങിന് ഇടാനായിട്ട്. കാരണം ഫീമെയിൽ ഫിഷ് എഗ്ഗിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു മെയിൽ ഫിഷിനൊക്കെയാണ് ഇവയുടെ ടാങ്കിൽ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇവയുടെ മെയിലിൻ്റെ മെയ്റ്റ് എല്ലാ ഭാഗത്തേക്കും എത്തണമെന്നില്ല. അങ്ങനെ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസേഷനും കാര്യങ്ങളും ഒന്നും തന്നെ നടക്കത്തില്ല. സോ ഫെർട്ടിലൈസേഷനും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നടക്കുവാൻ വേണ്ടിയാണ് 3 മെയിൽ ഫിഷിനെ അല്ലെങ്കിൽ 2 മെയിൽ ഫിഷിനെ ഇടാനായിട്ട് പറയാൻ കാരണം. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ രീതിയിൽ നിങ്ങൾ നാച്ചുറൽ ബ്രീഡിംഗ് ആണ് സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവ ഒരു ഫിഷ് ടാങ്കിലോ അല്ലെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജ് ബോക്സിലോ ഫിഷ് പോണ്ടിലോ ഒക്കെ ഇട്ടാൽ മതിയാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മുട്ടയിടുന്ന മത്സ്യങ്ങളാണ്. ഇവയ്ക്ക് മുട്ടയിടാൻ അനുയോജ്യമായിട്ടുള്ള, അതായത് ഇവ നാച്ചുറലായിട്ട് ബ്രീഡാകാൻ അനുയോജ്യമായിട്ടുള്ള ലൈവ് പ്ലാന്റ്സോ കാര്യങ്ങളോ ഒക്കെ തന്നെ നമ്മൾ ഇവ ഇടുന്ന ടാങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. സാധാരണ നാച്ചുറൽ ബ്രീഡിങ് ചെയ്യുമ്പോൾ ആളുകൾ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുളവാഴ പോലെയുള്ള പ്ലാന്റ്സുകളാണ്. ഇത്തരത്തിലുള്ള പ്ലാന്റ്സിൻ്റെ വേരിൽ പോയി ഇവ മുട്ടയിടുകയാണ് പതിവ്. അതുപോലെ തന്നെ കുളവാഴ കിട്ടാത്തവർക്ക് വേണ്ടി നമുക്ക് തെർമാക്കോൾ വെച്ച് കൊടുത്താലും അവത്തേലും ഇവ മുട്ടയിടുന്നതാണ്. പിന്നെ ഇവയെ നമ്മൾ ബ്രീഡിങ്ങിന് ഇടുന്ന 1 അല്ലെങ്കിൽ 2 ആഴ്ച മുൻപെങ്കിലും ഇവയ്ക്ക് അത്യാവശ്യം നമ്മൾ നല്ല രീതിയിൽ തന്നെ ലൈഫ് ഫുഡും കാര്യങ്ങളൊക്കെ തന്നെ പ്രോപ്പറായി ഫീഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതായത് ലൈഫ് ഫുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊയ്ന, ആർട്ടീമിയ, മൈക്രോബാംസ് മുതലായ ഏത് തരത്തിലുള്ള ലൈഫ് ഫുഡും ഇവ ഫീഡ് എടുക്കുന്നതാണ്. ഇത്തരത്തിൽ ലൈഫ് ഫുഡ്സും കാര്യങ്ങളൊക്കെ തന്നെ പ്രോപ്പറായി ഫീഡ് ചെയ്താൽ മാത്രമേ ഫീമെയിൽ ഫിഷ് ധാരാളം എഗ്ഗും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്ത്, അതായത് നല്ല രീതിയിൽ ഫീഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല ആക്റ്റീവായിട്ടുള്ള പേരന്റ് ഫിഷിനെ തിരഞ്ഞെടുത്തതിന് ശേഷം അത്യാവശ്യം വലിപ്പമുള്ള ഫ്രിഡ്ജ് ബോക്സ് അല്ലെന്നുണ്ടെങ്കിൽ മീൻ കുളത്തിലും ഒക്കെ തന്നെ ഇവയെ ഇറക്കി വിട്ടതിന് ശേഷം തെർമാക്കോളോ അല്ലെന്നുണ്ടെങ്കിൽ കുളവാഴയോ മറ്റ് ലൈഫ് പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവ വളരെ വേഗം തന്നെ നാച്ചുറലായി തന്നെ ബ്രീഡ് ആവുന്നതാണ്. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നാച്ചുറൽ ബ്രീഡിംഗ് ആണ് എപ്പോഴും സേഫ്. കാരണം ഹാൻഡ് ബ്രീഡിംഗ് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മീനുകളൊക്കെ ചത്തുവാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. സോ ഇതിനു മുമ്പ് ഗോൾഡ് ഫിഷിനെ ബ്രീഡ് ചെയ്യിപ്പിച്ച് പരിചയമില്ലാത്ത ഒരാൾ ഗോൾഡ് ഫിഷിനെ ബ്രീഡ് ചെയ്യിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാച്ചുറൽ ബ്രീഡിംഗ് തിരഞ്ഞെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. സോ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാം. പിന്നെ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെല്ലൈക്കനുള്ള ഓൾ നോട്ടിഫിക്കേഷനോടെ എനേബിൾ ചെയ്തിടുക. പിന്നെ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.